നമസ്കാരം. അങ്ങനെ എമ്പുരാന്റെ കാത്തിരുന്ന ട്രെയിലർ വന്നു. നമ്മൾ കാത്തിരുന്ന സമയത്തിനു മുന്നേ ട്രെയിലർ എത്തി. ലൂസിഫർ എന്ന സിനിമയെ നമ്മൾ എങ്ങനെ സ്വീകരിച്ചോ അതിനേക്കാൾ ഒരുപടി മേലെ എമ്പുരാനെ സ്വീകരിക്കുമെന്നുള്ളത് ഈ ട്രെയിലറിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി. അതിൽ ഏറ്റവും ഗംഭീരമായിട്ട് തോന്നിയത് ദ മേക്കിംഗ്, ആ സിനിമ എങ്ങനെ എബ്രഹാം ഖുറേഷിയും സ്റ്റീഫൻ നെടുമ്പള്ളിയും നമ്മുടെ മുന്നിലേക്ക് വന്നു പോകുന്നു എന്നുള്ളതാണ്. ഒരുപടി മേലെ എബ്രഹാം ഖുറേഷിയാണോ സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ എന്ന് ചോദിച്ചാൽ ലൂസിഫർ കണ്ട് നമുക്ക് എപ്പോഴും സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് നിൽക്കുന്നത്. ഇനി എങ്ങനെ എബ്രഹാം ഖുറേഷി മാറി, കഴിഞ്ഞ വർഷങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ സിനിമ നമുക്ക് നൽകും. അതിൽ ലാലേട്ടൻ്റെ ആ ഒരു വരവ്, ലാലേട്ടൻ മാത്രമല്ല, എന്തുകൊണ്ട് അവർ ക്യാരക്ടർ റിവീലിംഗ് നടത്തിയെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിന്തിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ക്യാരക്ടർ റിവീലിംഗ്, ഈ ക്യാരക്ടർ റിവീലിംഗ് കൂടി ഉണ്ടായാലേ നമുക്ക് ഇത്ര പെട്ടെന്ന് ആ ട്രെയിലർ കണക്റ്റ് ആവുള്ളായിരുന്നു. ഇനി ഈ ട്രെയിലർ കണ്ടിട്ട് വേണം നമുക്ക് ആ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്. അതിൽ എബ്രഹാം ഖുറേഷി, പൊളിറ്റിക്സ്, അവരുടെ ഫൈറ്റ്, ജാൻവി, എല്ലാവരും തന്നെ നമ്മളെ ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ മിന്നി മാഞ്ഞു പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ എന്ത് രാഷ്ട്രീയമാണ് അവർ കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞാലേ ഇലുമിനാറ്റിയാണ്, തീർച്ചയായിട്ടും ഇലുമിനാറ്റി തന്നെയാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്, ഇനി നടക്കാൻ പോകുന്നതുണ്ട്, എല്ലാം ഉണ്ട്. അതിൽ PK രാംദാസ് പറഞ്ഞ് അതായത് തൻ്റെ അണികളെ അഭിസംബോധന ചെയ്യുന്നതിൽ നിന്നാണ് ആദ്യം തുടങ്ങിയത്. അതായത് പറയുന്നത് എന്താണ്, എൻ്റെ മക്കളല്ല എന്നെ പിന്തുടരുന്നവരാണ് ഈ പാർട്ടിയുടെ പിന്തുണച്ച് വരുന്നവരെന്ന്. പിന്നെ കപട മതേതര രാഷ്ട്രീയത്തിൻ്റെ ചില മുഖങ്ങൾ പൊളിഞ്ഞു വീഴും എന്ന് അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ ക്യാരക്ടേഴ്സും അവരുടെ ഭാഗത്ത് വന്ന് നമ്മൾ എബ്രഹാം ഖുറേഷിയുടെ ഫൈറ്റ് സീൻസാണ് കാണുന്നത്. ഒരു മോതിരമൊക്കെ അങ്ങനെ ഊരിയെറിഞ്ഞ് പൊട്ടി ബ്ലാസ്റ്റൊക്കെ വരുന്നത്. ഇതെന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അവർ ചർച്ച ചെയ്യാൻ പോകുന്ന രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയമാവാം, കേരളത്തിലെ രാഷ്ട്രീയമാവാം, ടോട്ടൽ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിനിമയെ എത്രത്തോളം നല്ല രീതിയിൽ ഒരു ട്രെയിലർ വഴി മനസ്സിലാക്കി തരാമെന്നുള്ള കാര്യത്തിൽ ഗംഭീരമായ രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് ട്രെയിലർ കാണുമ്പോൾ തന്നെ ആ മേക്കിങ്ങിൽ നമ്മളങ്ങ് മൈൻഡ് ഔട്ടായി, എന്തുവാ ഈ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതായിരുന്നു അവരുടെ ഇത്രയും വർഷത്തെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ. 4-5 രാജ്യങ്ങൾ കടന്നുള്ള അവരുടെ ഷൂട്ടിങ്ങും അവരുടെ ശ്രമവും ഇതൊക്കെ എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് ട്രെയിലറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ കാണേണ്ടത് സിനിമയാണ്. സിനിമയ്ക്ക് ഇനി ഒരാഴ്ച കൂടി. ഇന്ന് ലൂസിഫർ റിലീസാണ്. അത് കഴിഞ്ഞടുത്ത വ്യാഴാഴ്ച രാവിലെ 27-ാം തീയതി രാവിലെ ഉണരുന്നത് തന്നെ എമ്പുരാനെ കണ്ടുകൊണ്ടാണ്, എബ്രഹാം ഖുറേഷിയെ അറിഞ്ഞുകൊണ്ടാണ്. അപ്പം മലയാള സിനിമയ്ക്ക് പൃഥ്വിരാജ് സുകുമാരൻ നൽകുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. കാരണം ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയാണ്. 5 ഭാഷകളിലും വന്നു. എല്ലാ ഭാഷയും എല്ലാ ദിവസവും ഇനി 27-ാം തീയതി, ഇന്നു മുതൽ തന്നെ അല്ലെങ്കിൽ 27-ാം തീയതിക്ക് ശേഷം രാജ്യം മൊത്തം, അല്ലെങ്കിൽ മലയാള സിനിമയെ സ്നേഹിക്കുന്നവരും അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ആരാധകർ ഇനി എവിടെയൊക്കെ ഉണ്ടോ അവരെല്ലാവരും, പൊതുവെ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും ഇനി എമ്പുരാനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അത്രയ്ക്കും ഗംഭീരമായ ട്രെയിലറാണ് നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചത്. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ, സിനിമയുടെ ഒരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാദ്യം ഇനി എമ്പുരാൻ എന്ന ചിത്രം പറയും. കാര്യം 3 ഭാഗങ്ങളിലായി വരുന്ന ചിത്രത്തിൻ്റെ ആദ്യത്തെ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു, രണ്ടാമത്തെ ഭാഗം പറഞ്ഞു. 2ാം ഭാഗം തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ 3ാം ഭാഗം പറയാനുള്ള അവരുടെ കോൺഫിഡൻസ് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. മുരളി ഗോപി എന്ന് പറയുന്ന ബ്ലസ്ഡ് ആയ റൈറ്റർ നമ്മുടെ മുമ്പിലേക്ക് എഴുതി തന്ന ആ ഒരു പൊളിറ്റിക്കലി കറക്റ്റും ഇൻകറക്റ്റുമായ കേരള രാഷ്ട്രീയവും മറ്റ് രാഷ്ട്രീയവും സാമൂഹിക പശ്ചാത്തലവുമെല്ലാം എത്രത്തോളം നമുക്ക് ആവേശകരമാണെന്ന് ഒരു സിനിമയിലൂടെ തെളിയിച്ചു കൊടുത്തു. ഇനി അടുത്ത സിനിമയ്ക്കായിട്ടാണ് വെയിറ്റിംഗ്.